നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ BJPയുടെ തകർച്ച ആഘോഷിക്കുകയാണ്. അങ്ങ് പാലക്കാട് തോൽവിയാണ് അവരുടെ മുഖ്യ ചർച്ചാ വിഷയം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം അത് അതുല്യമാണ്, സംശയം വേണ്ട. എന്നാൽ പാലക്കാട് തോറ്റത് BJP അല്ല, മറിച്ച് സ്ഥാനാർത്ഥിയാണ് എന്ന് വ്യക്തം. 23-ാം തീയതി നടന്ന വോട്ടെടുപ്പിൽ ഒരു കാര്യം വ്യക്തമാണ്: രാജ്യത്ത് വീണ്ടും BJPയുടെ ശക്തമായ തിരിച്ചുവരവ്. മറ്റൊരു മോദി യുഗത്തിനാണ് ഇപ്പോൾ ശക്തി വന്നിരിക്കുന്നത്. മഹാരാഷ്ട്ര പൂർണ്ണമായി ദേവേന്ദ്ര ഫട്നാവിസ് തന്റെ കൈപ്പിടിയിൽ ഒതുക്കി അത്ഭുത വിജയം കൈവരിച്ചു നിൽക്കുന്ന കാഴ്ച. ഭാവിയിൽ ഒരു പ്രധാനമന്ത്രി പദത്തിലേക്ക് BJP പ്രവർത്തകർ സ്വപ്നം കാണുന്ന നേതാവാണ് ദേവേന്ദ്ര ഫട്നാവിസ്. അദ്ദേഹത്തിന്റെ കൈകളിൽ മഹാരാഷ്ട്ര ഭദ്രമായിരിക്കുന്നു. ഇത് മോദിയുടെയും അമിത്ഷായുടെയും വിജയം മാത്രമല്ല, ദേവേന്ദ്ര ഫട്നാവിസിന്റെ അതുല്യ വിജയമാണ്. ജാർഖണ്ഡിൽ JMMന്റെ സഹായത്തോടെ ഒരു ഭരണത്തുടർച്ച നേടാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമൊക്കെ ആശ്വസിക്കാനുള്ള വക. മറുവശത്ത് ഉത്തർപ്രദേശിൽ യോഗി തന്റെ നില കൂടുതൽ ഭദ്രമാക്കിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾക്ക് സീറ്റ് നില ഉയർത്താൻ കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ കോൺഗ്രസിന് തകർച്ചയുടെ കാലമാണോ മുന്നിൽ എന്ന് നമ്മൾ സംശയിച്ചു പോകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്ന് ക്ഷീണിക്കുന്നതും ഇന്ത്യ മുന്നണി വളരുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് പല സ്ഥലങ്ങളിലും BJPക്ക് ഒരു പണി കൊടുത്തത് RSS എന്ന സംഘടന തന്നെയാണ്. UPയിൽ സീറ്റ് നില കുറഞ്ഞതിന് പിന്നിൽ ഒരൊറ്റ കാരണം മാത്രമേ അന്ന് ചൂണ്ടിക്കാട്ടാൻ ഉണ്ടായിരുന്നുള്ളൂ: RSS ഇത്തിരി വലിഞ്ഞു നിന്നു. ഇക്കുറി മഹാരാഷ്ട്രയിലെ മിന്നും വിജയത്തിന് RSS തന്നെയാണ് ഇറങ്ങിത്തിരിച്ചത്. ദേവേന്ദ്ര ഫട്നാവിസ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ്. രാജ്യത്ത് താമരത്തിളക്കം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിൽ 48 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം കൃത്യമായി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും: ഇത് കാവ്യത്തിളക്കം തന്നെയാണ് പ്രകടമാക്കുന്നത്. കർണാടകയിൽ കോൺഗ്രസ് തങ്ങളുടെ സീറ്റുകൾ നിലനിർത്തി. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ സീറ്റുകൾ നിലനിർത്തി. ഈ 2 സംസ്ഥാനങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ BJPയുടെ വലിയ വിജയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 9 സീറ്റുകളിൽ 6ഇടത്ത് BJPയും 1 ഘടകകക്ഷിയായ RLDയും വിജയിച്ചു. 2 മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. സിക്കിമിൽ NDA ഘടകകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ച മത്സരിച്ച 2 മണ്ഡലങ്ങളിലും എതിരില്ലാതെ തെരഞ്ഞെടുത്തു. ഉത്തരാഖണ്ഡിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏക സീറ്റിലും BJP വിജയിച്ചു. ഇനിയാണ് BJPയുടെ ചില മിന്നും വിജയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 സീറ്റുകളിൽ 5ഇടത്തും BJP തന്നെയാണ് വിജയിച്ചത്. ഇവിടെ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. പഞ്ചാബിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 മണ്ഡലങ്ങളിൽ 3ഇടത്തും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിച്ചു. ഇവിടെയും ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ആശ്വാസ ജയം. മേഘാലയയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഒരു സീറ്റിൽ NDA വിട്ട NPP വിജയിച്ചു. മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നിൽ BJPയും മറ്റൊന്നിൽ കോൺഗ്രസും വിജയിച്ചു. കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 മണ്ഡലങ്ങളും കോൺഗ്രസ് നിലനിർത്തി. ഗുജറാത്തിലും ഛത്തീസ്ഗഡിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഓരോ സീറ്റുകളും BJP വിജയിച്ചു. അസമിലെ 5 മണ്ഡലങ്ങൾ NDA തൂത്തുവാരി. 3ഇടത്ത് BJPയും 2ഇടത്ത് NDA ഘടകകക്ഷികളും. ബീഹാറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 മണ്ഡലങ്ങളും NDA തൂത്തുവാരി. ബീഹാറിലെ വിജയം തന്നെയാണ് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും കണ്ണു തുറന്ന് കാണേണ്ടത്. ഉത്തർപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 9 മണ്ഡലങ്ങളിൽ 6എണ്ണവും BJP തന്നെ പിടിച്ചെടുത്തിരിക്കുന്നു. രാജസ്ഥാനിലെ 7 മണ്ഡലങ്ങളിലെ 5 സീറ്റ്. ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും BJPയും സഖ്യ കക്ഷികളും വിജയിച്ചിരിക്കുന്നു. കൃത്യമാണ് ഈ ഫലം നമ്മോട് പറയുന്നത്. പഞ്ചാബിൽ ഇപ്പോഴും ആം ആദ്മി പാർട്ടി കരുത്തോടെ നിൽക്കുന്നു എന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യമാകും. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കുകയാണ് BJP. മഹാരാഷ്ട്രയിലെ മിന്നും വിജയം തന്നെയാണ് BJPയുടെ തിളക്കം കൂട്ടുന്നത്. മഹാരാഷ്ട്രയിൽ തങ്ങൾ നേടിയത് 90% സ്ട്രൈക്ക് റേറ്റ് ആണ് എന്ന് BJP പറയുമ്പോൾ അതിന് മറുപടിയില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത്. മഹാരാഷ്ട്രയിൽ തങ്ങൾക്ക് എന്തു സംഭവിച്ചു എന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ഉദ്ധവ് താക്കറെ പ്രതികരിച്ചത്. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നു എന്നാണ് ഉദ്ധവിൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം.
പൂർണ്ണമായി നിലംപൊത്തിയ നിലയിലാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ്, ശിവസേന, ഉദ്ധവ് വിഭാഗങ്ങൾ. പതുങ്ങിക്കുതിച്ച ദേവേന്ദ്ര തന്ത്രം തന്നെയാണ് മഹാരാഷ്ട്രയിലെ മിന്നും ജയത്തിന് കാരണം. ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായി വളർന്നു വരുന്നു. യോഗിയെ തളയ്ക്കാൻ ഒരുപക്ഷെ നരേന്ദ്രമോദി ഭാവിയിൽ ഉയർത്തിക്കൊണ്ടുവരും ദേശീയതലത്തിലേക്ക് നേതാവിനെ. ഒന്നുകിൽ യോഗി അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് എന്നീ പുതിയ നേതാക്കൾ ഇപ്പോൾ BJP തലയെടുപ്പോടെ ഉയർന്നു വരുന്നു. നരേന്ദ്രമോദിക്ക് ശേഷം അമിത്ഷാ എന്ന ഫോർമുല, അതിലപ്പുറം നേതാക്കൾ തങ്ങളുടെ ആവനാഴിയിലുണ്ട് എന്ന് ഇന്ത്യൻ ജനതയ്ക്ക് കാട്ടിക്കൊടുക്കാൻ BJPക്ക് ഈ അവസരം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും. UPയിൽ യോഗി കൂടുതൽ കരുത്തു നേടുന്നതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത തന്നെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റെണ്ണം കുറഞ്ഞതിൻ്റെ പേരിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു യോഗിക്ക്. യോഗി ആദിത്യനാഥ് ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരിക്കൊണ്ട് കൂടുതൽ കരുത്തനായി മാറിയിരിക്കുന്നു. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയമാണ് ഇപ്പോൾ BJP സ്വന്തമാക്കിയിരിക്കുന്നത്. 149 സീറ്റിൽ മത്സരിച്ച പാർട്ടി 133 സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹായുതി മുന്നണി 48 സീറ്റിൽ വെറും 17 സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു. അവിടെ നിന്നാണ് അസാധാരണമായ ഈ വിജയക്കുതിപ്പിൽ മഹായുതി മുന്നണി എത്തി നിൽക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസമാർജിക്കാൻ മഹാവികാസ് അഘാഡിക്ക് കഴിഞ്ഞില്ല എന്നിടത്താണ് ഇന്ത്യ മുന്നണിയുടെ പരാജയം. ഒരു വശത്ത് ശിവസേന, ഉദ്ധവ് വിഭാഗവും, മറുവശത്ത് ശരത് പവാറിൻ്റെ NCPയും അതിലപ്പുറം കോൺഗ്രസുമൊക്കെ മൂന്ന് മുഖങ്ങളായി തിരിഞ്ഞു നിന്നു. പരസ്പരം ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത ഒരു മുന്നണിയിലെ ഒരിക്കലും ദഹിക്കാത്ത മോരും മുതിരയും പോലെയുള്ള രാഷ്ട്രീയ കക്ഷികൾ. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇനിയും ചില സ്ഫോടനങ്ങൾക്കും പൊട്ടിത്തെറികൾക്കുമൊക്കെ മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കും. മഹാവികാസ് അഘാഡിക്ക് മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ നിരക്കേറ്റ വലിയ പ്രഹരം തന്നെയാണ് മഹാരാഷ്ട്രയിലെ ഈ കനത്ത തോൽവി. അതിനൊപ്പം രാജ്യത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവിയും കോൺഗ്രസ് കണ്ണു തുറന്ന് കാണണം. ദേശീയതലത്തിൽ വലിയ പാളിച്ചകളാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നിലുള്ളത് എന്ന് വ്യക്തം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റെണ്ണം കൂട്ടാൻ കഴിഞ്ഞു എന്നതൊഴിച്ചാൽ BJPയെ കാര്യമായി ആക്രമിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിയുന്നില്ല. രാഷ്ട്രീയമായി ഏറെ തളർന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷത്ത് ഇന്ത്യ മുന്നണി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.